എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നമ്മളുടെ വേവൂഷനെയും ജിയ അങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടാണ്. ഇവനാണെങ്കിൽ വേറൊരു ഫ്രണ്ടും ഉണ്ട്. അവർ മൂന്നുപേരോട് ചേർന്നിട്ട് അവിടെ നിന്ന് നല്ലതുപോലെ കുടിക്കാൻ തുടങ്ങും. യഥാർത്ഥത്തിൽ ഗുസുലെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടിക്കുന്നതൊക്കെ അവരുടെ റൂളിനെതിരായിരുന്നല്ലോ. എന്നാലും വേവൂഷനൊക്കെ അങ്ങനെ തന്നെ ചെയ്യും. അവരവിടെ കിടന്ന അടിയൊക്കെ കൂടും. നമ്മളുടെ ജിയാങ് ആണെങ്കിൽ വേവൂഷാനിട്ട് ഓടിക്കുന്നത് അവൻ അവിടെ എല്ലാം ഓടിക്കളിക്കുകയൊക്കെ ചെയ്യും. ഇതൊക്കെ കണ്ടുകൊണ്ട് കയറി വരുന്നത് നമ്മുടെ ലൻഷാനാണ്. ഇവൻ കണ്ട് ഭയങ്കരമായിട്ട് ഷോക്കായി പോവും. ലൻഷാൻ അവിടെ വേവൂഷാനടുത്ത് പറയും, നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ വന്നേ പറ്റത്തുള്ളൂ, നിങ്ങൾക്ക് പണിഷ്മെന്റ് ഉണ്ട് എന്ന്. ഇവനാണെങ്കിൽ നല്ലവനായ സ്റ്റുഡന്റ് ആണല്ലോ. ഇത് കേൾക്കുന്നത് നമ്മളുടെ വേവൂഷാൻ അവിടെ ഭയങ്കരമായിട്ട് അഭിനയിക്കാൻ തുടങ്ങും. അയ്യോ, ഞാൻ ഭയങ്കര ഡ്രങ്ക് ആയി പോയല്ലോ, എനിക്കിപ്പോൾ അങ്ങോട്ട് വരാൻ പറ്റത്തില്ല, എനിക്ക് നടക്കാൻ പറ്റത്തില്ല എന്നൊക്കെ. ഇതൊക്കെ കേൾക്കുന്നതും പെട്ടെന്ന് തന്നെ നമ്മളുടെ ജിയാങ്ങും നമ്മുടെ വേവൂഷാന്റെ രണ്ടാമത്തെ കൂട്ടുകാരനില്ലേ, ഇവർ രണ്ടുപേരും ഒമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് ഇറങ്ങി എങ്ങോടും. ലൻഷാൻ അത് നോക്കുന്ന സമയം കൊണ്ട് വേവൂഷാൻ നമ്മുടെ ലൻഷാന്റെ ദേഹത്തായിട്ട് ഒരു പേപ്പർ എടുത്തങ്ങ് ഒട്ടിക്കും. സത്യം പറഞ്ഞാൽ ഇത് നമ്മളുടെ വേവൂഷാന്റെ ഒരു മാജിക്ക് തന്നെയായിരുന്നു. ആ പേപ്പർ ഒട്ടിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ലൻഷാൻ ഇപ്പോൾ വേവൂഷാന്റെ കൺട്രോളിലാണ് നിൽക്കുന്നത്. വേവൂഷാൻ എങ്ങനെ ലൻഷാനെ പിടിച്ച് അവിടുത്തെ സീറ്റിലായിട്ട് ഇരുത്തിയിട്ട് പറയും, നീ ഞാൻ പറയുന്നത് പോലെയൊക്കെ കേൾക്കണം, ഞാൻ പറയുന്നത് പോലെ ഒരു പെഗ് അടിക്കണം എന്ന്. ഇത് കേൾക്കുന്നേ ലൻഷാൻ അവിടെ നമ്മുടെ വേവൂഷാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ഗ്ലാസ് കുടിക്കും. അപ്പോഴും തന്നെ അവൻ അവിടെ ഫ്ലാറ്റായി ബോധം കെട്ടങ്ങ് വീഴും. ഇത് കാണുന്നേ നമ്മളുടെ വേവൂഷാൻ ഭയങ്കരമായിട്ട് ഷോക്കായി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ വേവൂഷാൻ ആണെങ്കിൽ ലൻഷാനെ കൊണ്ടുവന്ന് കിടത്തും. എന്നിട്ട് അവനടുത്ത് പറയും, നീ എന്നെ ചേട്ടാ എന്ന് വിളിക്കണോ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ലൻഷാൻ അതേപോലെയൊക്കെ വിളിക്കും. ഇവിടെ നമ്മളുടെ ലൻഷാൻ ഭയങ്കര റുട്ടീൻഡ് ആയിട്ടുള്ള ആളായതുകൊണ്ട് അവൻ 9 മണി എന്നുള്ളൊരു ടൈം അടിക്കുന്നത് അവിടെ ഫ്ലാറ്റ് ആവും, അവൻ ഉറങ്ങിപ്പോവും. പിന്നീട് കാണിക്കുന്നത് രാവിലെ ആവുന്നതാണ്. ഇവിടെ നമ്മളുടെ ലൻഷാൻ ആണെങ്കിൽ തറയിൽ വന്ന് വീണിട്ടുണ്ടായിരുന്നു. അവനൊന്നും മനസ്സിലാവത്തില്ല. അപ്പോഴും തന്നെ ആ ഗൂസിലുള്ള ഒരാൾ വന്ന് കണ്ടിട്ട് ലൻഷാനെ വേവൂഷാനെ എല്ലാം പിടിച്ചു നിർത്തി അവിടെ നല്ല പണിഷ്മെന്റ് കൊടുക്കും. 300 ചാട്ടപ്പാറയുടെ അടിയാണ് ഇവർക്ക് കിട്ടുന്നത്. വേവൂഷാനാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടുത്തെ മാസ്റ്ററിൻ്റെ അടുത്തൊക്കെ പറയും, അയ്യോ ഇതിനകത്ത് ലൻഷാന്റെ കുഴപ്പമൊന്നുമില്ല, ഞാനാണ് അവനെ കുടിപ്പിച്ചത് എന്ന്. എന്നാൽ നമ്മുടെ ലൻഷാൻ അതങ്ങ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അവനവിടെ പണിഷ്മെന്റ് അക്സെപ്റ്റ് ചെയ്യും. നമ്മുടെ വേവൂഷാന് നല്ലതുപോലെ അടി കിട്ടും. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേവൂഷാൻ അവൻ്റെ സിസ്റ്ററിൻ്റെ ഒക്കെ കൂടെ നടക്കുന്നത്. അവനിപ്പോൾ നടക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ ലൻഷാന്റെ ചേട്ടൻ വന്നിട്ട് പറയും, ലൻഷാൻ ഇപ്പോൾ ഒരു കുളത്തിലായിട്ട് പോയിട്ടുണ്ട്, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീലിംഗ് ഒക്കെ ഉള്ള ഒരു കുളമാണ്, നീ അവിടെ ചെന്ന് വിശ്രമിക്ക്, അപ്പോൾ നിന്റെ മുറിവൊക്കെ പെട്ടെന്ന് മാറുമെന്ന്. അങ്ങനെ നമ്മുടെ വേവൂഷാൻ ലൻഷാനെ കാണാൻ വേണ്ടിയിട്ട് ആ കുളത്തിന്റെ അടുത്തായിട്ട് വരും. ഇവനെ കാണുന്നേ നമ്മുടെ ലൻഷാൻ ഭയങ്കരമായിട്ട് ഷൈ ആവും. അവൻ വേഗം തന്നെ ഡ്രസ്സൊക്കെ ഇടും. എന്നാൽ നമ്മുടെ വേവൂഷാൻ ഭയങ്കര കുരുത്തം കെട്ടവനല്ലേ. അവനാണെങ്കിൽ ലൻഷാന്റെ അടുത്തോട്ട് അപ്രോച്ച് ആവാൻ വേണ്ടിയിട്ട് നോക്കും. എന്നിട്ട് അവൻ അവിടെ സോറിയൊക്കെ പറയും, എന്നെ കാണവല്ലേ നിനക്കും പണിഷ്മെന്റ് കിട്ടിയതെന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ നമ്മുടെ ലൻഷാൻ ആണെങ്കിൽ ഇവന് വലിയ മൈൻഡൊന്നും ആക്കത്തില്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ വേവൂഷാൻ അവിടെ നിന്ന് അപ്രതീക്ഷയായി പോവും. അവൻ എവിടെ പോയി നോക്കാൻ വേണ്ടി ലൻഷാൻ തിരിഞ്ഞു നോക്കുന്നതും അവനും അവിടെ ഒരു കുഴിയിലായിട്ടങ്ങ് വീഴും. രണ്ടുപേരും ആ കുളത്തിന്റെ അടിയിലുള്ള ഒരു സീക്രട്ട് ആയിട്ടുള്ള സ്ഥലത്താണ് വന്നെത്തുന്നത്. അവിടെ നോക്കുമ്പോൾ ഒരു പിയാനോ ഇരിക്കുന്ന കാണും. ഇത് കാണുന്നേ നമ്മുടെ ലൻഷാൻ അതിൻ്റെ അടുത്തോട്ട് നടക്കും. എന്നാൽ നമ്മുടെ വേവൂഷാന് അതിൻ്റെ അടുത്തോട്ട് അടുക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇത് കാണുന്നേ ലൻഷാന് മനസ്സിലാവും, അതായത് നമ്മുടെ ലൻഷാന്റെ നെറ്റിയിലെ ബാൻഡ് കാരണമാണ് അവൻ അതിൻ്റെ അടുത്തോട്ട് നടക്കാൻ പറ്റുന്നത്. വേവൂഷാന്റെ കയ്യിൽ അതില്ലല്ലോ. അതുകൊണ്ട് തന്നെ ലൻഷാൻ വന്നിട്ട് അവൻ്റെ ഹെഡ് ബാൻഡ് ഊരി നമ്മുടെ വേവൂഷാന്റെ കയ്യിലായിട്ട് കെട്ടും. എന്നിട്ട് രണ്ടുപേരും ആ പിയാനോയുടെ അടുത്ത് വന്നിട്ട് നമ്മുടെ ലൻഷാൻ ആണെങ്കിൽ അത് വായിച്ചൊക്കെ നോക്കും. അവന് മനസ്സിലാവും ഇത് അവൻ്റെ ഏതോ ഒരു പൂർവികൻ്റെ ആണ് എന്ന്. പെട്ടെന്ന് തന്നെ നമ്മളുടെ വേവൂഷാനും ലൻഷാനും ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡ് ആവും. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനൊരു സ്ഥലത്തിനെ പറ്റി വേറെ ആരും പറഞ്ഞു കേട്ടിട്ടുമില്ല, ആർക്കും അറിയത്തുമില്ല. പെട്ടെന്ന് തന്നെ അവിടെ നമ്മുടെ ലൻഷാന്റെ ഹെഡ് ബാൻഡ് ഇട്ട് ഒരു ലേഡി അവിടോട്ട് നടന്നു വരും. ഇവർ നമ്മുടെ ലൻഷാന്റെ തന്നെ പൂർവികന്മാരിൽ ഒരു മെയിൻ ആയിട്ടുള്ള ആളായിരുന്നു. ഇവരെ കാണുന്ന ലൻഷാൻ ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡ് ആവും. അവൻ വേഗം തന്നെ ഇവരുടെ മുമ്പിലായിട്ട് വണങ്ങുകയൊക്കെ ചെയ്യും. ഇവരാണെങ്കിൽ അവിടെയായിട്ട് ഒരു പ്രത്യേകതരം കല്ലിനെ എടുത്ത് കാണിക്കും. അതായത് മറ്റേ വില്ലനായിട്ടുള്ള വെന്നില്ലേ, അയാളൊരു കല്ല് തേടി നടക്കുന്നില്ലേ, അതിൻ്റെ ഒരു പാർട്ട് തന്നെയാണ് ഇവരുടെ കയ്യിലിരിക്കുന്നത്. ഇവർ പറയും, ഇവർ പണ്ടാണെങ്കിൽ ഈ കല്ലിനെ എടുത്തിട്ട് നല്ലതുപോലെ സീൽ ചെയ്ത് വെക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കല്ല് ഭയങ്കര സൂപ്പർ പവർ ഉള്ളതാണ്, ഈ പവറിനെ നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസിലാണ് ഞാനിതെടുത്ത് പ്രയോഗിക്കാൻ നോക്കിയത്. എന്നാൽ ഞാൻ ഫെയിലായിപ്പോയി. ഇപ്പം ഞാൻ എൻ്റെ ജീവൻ വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു കല്ലിനെ ഇവിടെ സീൽ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന്. ഇത് ഇത്രയും പറഞ്ഞിട്ട് ആ ലേഡി നമ്മുടെ ലൻഷാൻ്റെ അടുത്തും അതേപോലെ വേവൂഷാൻ്റെ അടുത്തും പറയും, ഇനി ഞാൻ ഈ കല്ല് നിങ്ങളെ ഏൽപ്പിക്കുക, നിങ്ങൾ വേണം ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ബാക്കി കല്ലുകളും നിങ്ങൾ കണ്ടുപിടിക്കണം, ഇത് മോശമായിട്ടുള്ള ഒരാളുടെ കയ്യിൽ എത്തിപ്പെടരുത് എന്ന്. ഇത്രയും പറഞ്ഞിട്ട് ആ ലേഡി അവിടെ നിന്ന് മാഞ്ഞങ്ങ് പോവും. പിന്നീട് കാണിക്കുന്ന നമ്മുടെ വേവൂഷാനും ലൻഷാനും കൂടി പെട്ടെന്ന് തന്നെ ആ ഗുഹയിൽ നിന്ന് പുറത്തായിട്ട് വന്ന് വീഴുന്നതാ. രണ്ടുപേരുടെയും കൈ കെട്ടിയിരിക്കുന്നതുകൊണ്ട് തന്നെ വേവൂഷാൻ നമ്മുടെ ലൻഷാൻ
ലൻഷാന്റെ മുകളിലായിട്ട് വന്ന് വീഴും. എന്നാൽ ലൻഷാൻ ഇത് കാണുന്നേ പെട്ടെന്ന് എഴുന്നേക്കടാ എന്ന് പറയും. ഈ സമയത്ത് തന്നെ നമ്മളുടെ വേവൂഷന്റെ ബ്രദർ ആയിട്ടുള്ള ജിയാങ് ഇല്ലേ, അവനും ആ വെൻ ക്ലാനിലെ പെങ്കൊച്ചും കൂടി നമ്മുടെ വേവൂഷനെ തപ്പി നടക്കുമായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേവൂഷന് ലൻഷാന് 2-3 ദിവസമായിട്ട് മിസ്സിംഗ് ആയിരുന്നു. ഇവരുടെ ഒരു വിവരം ഉണ്ടായിരുന്നില്ല. ഇവിടെ ജിയാങ് വന്നിട്ട് നമ്മളുടെ വേവൂഷനെയൊക്കെ നല്ലതുപോലെ വഴക്ക് പറയും. അതിനുശേഷം കാണിക്കുന്ന നമ്മുടെ ലൻഷാനും വേവൂഷനോട് ചേർന്നിട്ട് ഈ കല്ലിനെ കൊണ്ടുവന്ന് നമ്മുടെ ലൻഷാന്റെ ചേട്ടന്റെ അടുത്തും അവന്റെ അങ്കിളിന്റെ അടുത്തും കൊണ്ടുവന്ന് കാണിക്കുന്നതാ. ഇവരുടെ കയ്യിൽ ഇതങ്ങ് ഏൽപ്പിക്കും. എന്നാൽ ഇതിനെപ്പറ്റി വേറെ ആർക്കും അറിയത്തില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അവിടുത്തെ ഒരു ഫെസ്റ്റിവൽ ടൈമിൽ നമ്മളുടെ ഈ ഗൂസൂല് പഠിക്കാൻ വന്ന കുട്ടികൾ എല്ലാവരോടും ചേർന്നിട്ട് ഒരു ലാൻഡേൺ തന്നെ അവിടെ ഉണ്ടാക്കി പറത്തുന്നതാണ്. ഇവിടെ നമ്മുടെ വേവൂഷാനും ലൻഷാനും അടുത്തടുത്ത് നിന്നാ അങ്ങനെ ഒരു ലാൻഡേൺ ഉണ്ടാക്കുന്നത്. ഇതിനകത്ത് വേവൂഷാനാണെങ്കിൽ ലൻഷാന് വേണ്ടിയിട്ട് അതിനകത്തൊരു മുയലിന്റെ പടം വരച്ച് വയ്ക്കും. ഇത് കാണുന്ന ലൻഷാന് ഭയങ്കര സന്തോഷം. അവൻ ചെറുതായിട്ടൊന്ന് ചിരിക്കും. ഈ ചിരി കാണുന്ന നമ്മുടെ വേവൂഷാൻ അവനെ ഒരുപാട് കളിയാക്കിയൊക്കെ ചെയ്യും. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫെസ്റ്റിവൽ കഴിഞ്ഞിട്ട് എല്ലാവരും തിരിച്ചു പോകുന്നതും നമ്മുടെ വേവൂഷാനാണെങ്കിൽ അവളുടെ ചേച്ചിയുടെ കല്യാണം ഒരുത്തനായിട്ട് ഉറപ്പിച്ചു വെച്ചിട്ടില്ലേ, അവനുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നതാണ്. കാര്യം ഈ ജിൻ ക്ലാനിലുള്ള ഈ ചെറുക്കനാണെങ്കിൽ നമ്മുടെ വേവൂഷാന്റെ ചേച്ചിനെ എന്തോ മോശമായിട്ട് പറഞ്ഞു. അതിന്റെ പേരിലാണ് വേവൂഷൻ ഈ ചെറുക്കൻ്റെ കൂടെ നല്ലതുപോലെ അടികൂടുന്നത്. എന്നാൽ ഇത് കാണുന്ന പെട്ടെന്ന് തന്നെ ലൻഷാൻ അവിടോട്ട് ഓടി വന്നിട്ട് നമ്മളുടെ വേവൂഷാനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കും. എന്നാൽ വേവൂഷാനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ അവന്റെ ചേച്ചി അവിടോട്ട് വരും. അവള് പറഞ്ഞതിന്റെ പേരിലാണ് നമ്മുടെ വേവൂഷാൻ ഒന്ന് കൂളാവുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലൻഷാന്റെ ചേട്ടനാണെങ്കിൽ വേവൂഷാനും അതേപോലെ ജിൻ ക്ലാനിൽ ഈ ചെറുക്കനില്ല, ഇവർക്ക് രണ്ടുപേർക്കും പണിഷ്മെന്റ് കൊടുക്കും. വേവൂഷാനെ അവിടെ പുറത്തായിട്ട് മുട്ടുകുത്തിയിരിക്കാൻ പറയും. ഇത് കണ്ടുകൊണ്ട് വരുന്ന ലൻഷാൻ വിചാരിക്കും അവന് ഭയങ്കര സങ്കടത്തിലായിരിക്കും, അവനിപ്പോൾ ഇരുന്ന് കരയുമായിരിക്കും എന്ന്. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മളുടെ വേവൂഷാനാണെങ്കിൽ അവിടെയുള്ള ഉറുമ്പിനെ എല്ലാം വെച്ചിട്ട് നല്ലതുപോലെ ഇരുന്ന് കളിക്കുമായിരുന്നു. ഇത് കാണുന്നേ ലൻഷാൻ പറയും നീ ഒരിക്കലും നന്നാവത്തില്ല എന്ന്. ഇവിടെയായിട്ട് ഇവരുടെ പേരൻസിനെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വേവൂഷാൻ അച്ഛനും അമ്മയൊന്നുമില്ല, അവനൊരു അങ്കിള് മാത്രമേ ഉള്ളൂ. അതായത് ഇവന്റെ ബ്രദർ എന്ന് പറയുന്ന ജിയാങ് ഇല്ലേ, അവന്റെ അച്ഛൻ. ഇയാളെല്ലാം ഗൂസൂല് വന്നിട്ട് നല്ലതുപോലെ സംസാരിക്കും. അതേസമയം തന്നെ നമ്മളുടെ ലൻഷാൻ ആണെങ്കിൽ ഒരു സീക്രട്ട് മിഷന്റെ കാര്യത്തിൽ എവിടെയൊക്കെ പോവാൻ വേണ്ടിയിട്ട് റെഡിയാവും. എന്നാൽ നമ്മുടെ വേവൂഷാൻ്റെ അടുത്ത് ഒന്നും പറയത്തില്ല. ഇപ്പോൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ എല്ലാവരും തിരിച്ച് വീട്ടിലോട്ട് പോകാൻ ഒരുങ്ങുക. ഇവിടെയായിട്ട് നമ്മളുടെ വേവൂഷാന് മനസ്സിലാവും ലൻഷാൻ ആണെങ്കിൽ ആ കല്ലിന്റെ പേരിലാണ് എന്തോ സീക്രട്ടായിട്ട് പോകുന്നത് എന്ന്. അതുകൊണ്ട് വേവൂഷാനും ഇവരെ ഫോളോ ചെയ്ത് വരാൻ വേണ്ടിയിട്ട് തുടങ്ങും. എന്നിട്ട് ലൻഷാനെ കാണുന്നേ അവനെ ഒത്തിരി വഴക്ക് പറയും. എന്നാൽ ലൻഷാൻ ആണെങ്കിൽ ഇവന് വലിയ മൈൻഡ് ഒന്നും കൊടുക്കത്തില്ല. വേവൂഷാൻ ഭയങ്കര കുരുത്തം കെട്ടവനാണല്ലോ. അവന്റെ കയ്യിലുള്ള പവേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് ലൻഷാന്റെ കയ്യിൽ ഒരു വള്ളി പോലത്തെ സംഭവമൊക്കെ എടുത്ത് കെട്ടും. ഇതൊക്കെ കാണുന്നതും ലൻഷാൻ ആണെങ്കിൽ പറയും നീ എന്തൊരു ബോറാ എന്ന്. സത്യം പറഞ്ഞാൽ ലൻഷാന് ഇവന്റെ ഈ കുട്ടിക്കളിയൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് അവൻ ഒറ്റയ്ക്ക് ഇറങ്ങിയത്. ഇവരങ്ങനെ ഒരു ഗ്രാമത്തിലായിട്ട് എത്തും. അവിടെ എത്തുന്നേ നമ്മളുടെ വേവൂഷാൻ ആണെങ്കിൽ ഒരു പേടിപ്പിക്കുന്ന മാസ്ക് എടുത്തിട്ട് നമ്മുടെ ലൻഷാനെ പേടിപ്പിക്കാൻ വേണ്ടി നോക്കും. ലൻഷാൻ യഥാർത്ഥത്തിൽ ചെറുതായിട്ട് പേടിക്കും. എന്നാൽ പെട്ടെന്ന് തന്നെ വേവൂഷാനെ ഒരാൾ വന്ന് ബാക്കിൽ നിന്ന് വിളിക്കും. അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള നെയ് എന്ന് പറയുന്ന ഒരുത്തനുണ്ട്. അവനാണ്. ഇവൻ നമ്മളുടെ വേവൂഷനെ നല്ലതുപോലെ പേടിപ്പിക്കും. അവൻ നന്നായിട്ട് പേടിച്ചിട്ടും ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അവിടെ ഒരു ആൾക്കൂട്ടത്തിന്റെ ഇടയിലായിട്ട് ഒരു അനൗൺസ്മെന്റ് നടത്തും. അതായത് എല്ലാ വർഷത്തെയും പോലെ തന്നെ ഇവിടെ ഇപ്പോൾ വീണ്ടും ഫ്ലവറിന്റെ ഒരു കോമ്പറ്റീഷൻ നടത്തുന്നുണ്ട്. ഇവിടെ ജയിക്കുന്നവർക്ക് നല്ലൊരു സമ്മാനമായിരിക്കും കിട്ടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ കേൾക്കുന്നതും നമ്മളുടെ വേവൂഷാനും ലൻഷാനും ഒക്കെ കുറെ ഡൗട്ടൊക്കെ അടിക്കും. പെട്ടെന്ന് തന്നെ ലൻഷാന്റെ കയ്യിലിരിക്കുന്ന ആ ഒരു കല്ലുണ്ടല്ലോ അത് റിയാക്ട് ചെയ്യാൻ തുടങ്ങും. അതായത് അതിന്റെ വേറെ ഏതോ ഒരു പാർട്ട് ഇവിടെ അടുത്തായിട്ട് എവിടെയോ ഉണ്ട്. പെട്ടെന്ന് തന്നെ അവരത് ഫോളോ ചെയ്ത് ഒരു കൊട്ടാരത്തിലായിട്ട് എത്തും. അവിടെ എത്തുന്നേ മനസ്സിലാവും ഈ റിയാക്ട് ചെയ്ത കല്ല് ഇപ്പോൾ വീണ്ടും റിയാക്ട് ചെയ്യുന്നില്ല എന്ന്. അതിനർത്ഥം അവിടെ ഉണ്ടായിരുന്ന കല്ലിനെ വേറെ ആരോ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ആ വെൻ ക്ലാനിന്റെ ആ തലവന്റെ മോനില്ലേ, അയാളുടെ കയ്യിലായിട്ട് ഈ കല്ലിരിക്കുന്നതാ. അവൻ ഈ കല്ലിനെ കൊണ്ടുവന്ന് ഒരു പ്രതിമയുടെ അടുത്തായിട്ട് വരും. യഥാർത്ഥത്തിൽ ഈ കല്ലിന്റെ യഥാർത്ഥ ഓണർ എന്ന് വെച്ചാൽ ഈ പ്രതിമ തന്നെയാണ്. അതായത് ഈ പ്രതിമയുടെ ഹൃദയം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇവൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആ കല്ലിന്റെ ഒരു പോർഷനെ എടുത്ത് ഈ പ്രതിമയുടെ ദേഹത്തായിട്ട് അങ്ങ് വെച്ചു കൊടുക്കും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വേവൂഷാനും ലൻഷാനും ഒക്കെ ഇതിനെ തിരക്കി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ പ്രതിമ നമ്മളുടെ വേവൂഷാന്റെ ലൻഷാന്റെ എല്ലാ ആത്മാവിനെ എടുത്ത് അവരെ കൊന്നുകളയട്ടെ എന്ന് പ്ലാൻ ചെയ്തിട്ട്. അതേപോലെ തന്നെ നമ്മളുടെ ജിയാങ്ങിനെ കാണിക്കും. അവനാണെങ്കിൽ വേവൂഷാൻ ഇപ്പോൾ ആരടുത്തും പറയാണ്ട് ഇറങ്ങി പോയതിന്റെ പേരിൽ അവനെ തിരക്കി ഇറങ്ങിയിരിക്കുവാണ് വേവൂഷാനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ
അങ്ങനെ ജിയാങ് ഒരു റെസ്റ്റോറൻറ്റിലായിട്ട് വരുന്നതും അവിടെയായിട്ട് നമ്മളുടെ ആ വെൻ ക്ലാനിലുള്ള ആ പെണ്ണില്ലേ അവളിരിക്കുന്നത് കാണും. ഇവളുടെ കൂടെ കുറച്ച് പടയാളികളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവള് ജിയാങ്ങിന്റെ കൂടെ ഫൈറ്റാണ് എന്നുള്ള രീതിയിൽ അവനെ ഓരോന്ന് പറഞ്ഞ് അവനെ അടിക്കാനെന്നുള്ള രീതി അടുത്ത് വന്നിട്ട് അവന്റെ ചെവിയിലായിട്ട് പറയും, വേവൂഷാനും ലൻഷാനും ഇപ്പൊ ഭയങ്കര വലിയൊരു അപകടത്തിലാണ്, അവരെ നീ ചെന്ന് രക്ഷിക്കണം എന്ന്. അവര് ആ ടെമ്പിളിൽ ചെല്ലാനുള്ള സാധ്യതയുണ്ട്. അതേസമയം തന്നെ വേവൂഷാനെ ലൻഷാനെയും കാണിക്കും. അവര് മറ്റേ ആ കല്ലിനെ ഫോളോ ചെയ്തിട്ട് ആ ടെമ്പിളിലായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇവർ 3 പേരും നല്ലതുപോലെ വിശ്രമിക്കും. പെട്ടെന്ന് തന്നെ നമ്മളുടെ നെയ്യെന്ന് പറഞ്ഞ വേവൂഷാന്റെ കൂട്ടുകാരനില്ലേ, അവനാണെങ്കിൽ എന്തോ സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേറ്റ് നോക്കുമ്പോൾ എന്തുവാ അവിടെയായിട്ട് വേവൂഷാനെ ലൻഷാനെ നോക്കിയിരിക്കുക. പെട്ടെന്ന് തന്നെ അവിടെയുള്ള ആ ഒരു പ്രതിമയില്ലേ അതിന് ജീവൻ വെച്ചിട്ട് അത് ഇവരെ എല്ലാവരും അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഈ പ്രതിമ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യുന്നത് നമ്മുടെ ലൻഷാനെ തന്നെയാണ്. എന്താന്ന് വെച്ചാൽ അവന്റെ കയ്യിലായിട്ടല്ലേ ആ കല്ലിന്റെ അടുത്ത പാതി ഇരിക്കുന്നത്. എന്നാൽ ഇത് കാണുന്നേ നമ്മുടെ വേവൂഷാൻ ലൻഷാനെ കളിയാക്കിയിട്ട് പറയും, ഓഹോ ആ പ്രതിമയ്ക്ക് നിന്റെ അടുത്ത് ഇഷ്ടമാണെന്നാ തോന്നുന്നത്, അല്ലെങ്കിൽ അതെന്തിനാ നിന്നെ മാത്രം അറ്റാക്ക് ചെയ്യുന്നേ എന്ന്. എന്നാൽ ഇത് കേൾക്കുന്നേ ലൻഷാൻ അവനെ വഴക്ക് പറയും. ഇവിടെയായിട്ട് ഇവരുടെ പവേഴ്സൊക്കെ യൂസ് ചെയ്ത് എങ്ങനെയെങ്കിലും ആ പ്രതിമേനെ വീണ്ടും സ്റ്റാച്ചു ആക്കി നിർത്തും. എന്നാൽ അവിടെ ഒന്നും പ്രശ്നം തീരുന്നില്ലായിരുന്നു. യഥാർത്ഥത്തിൽ ആ വെൻ ക്ലാനിലുള്ള ആ ചെറുക്കനില്ലേ അവനാണെങ്കിൽ ആ ഗ്രാമത്തിലുള്ള ആൾക്കാരെല്ലാം പപ്പറ്റാക്കി വെച്ചേക്കുമായിരുന്നു. അതായത് ഇവനാണെങ്കിൽ ഒരു വിസിലൂതി കഴിഞ്ഞാൽ ഇവൻ പറയുന്ന അനുസരിച്ച് നടക്കും. ഇവരെല്ലാവരും ഒരു പ്രേതത്തിനെ പോലെ നമ്മുടെ ലൻഷാനെയും വിഭൂഷനെയും അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ടെമ്പിളിലായിട്ട് വരും. ഈ വെന്നിന്റെ കയ്യിലായിട്ട് ഒരു മൂങ്ങയും ഉണ്ട്. ഈ മൂങ്ങയാണ് ഇവരെ എല്ലാവരെയും കൺട്രോൾ ചെയ്യുന്നത്, ആ ഒരു നെഗറ്റീവ് എനർജി യൂസ് ചെയ്തിട്ട്. ഇവിടെയായിട്ട് നമ്മളുടെ വേവൂഷാനെയും ലൻഷാനെയും തേടിയിട്ട് ജിയാങ്ങും എത്തിയിട്ടുണ്ടായിരുന്നു. ഇവരെല്ലാവരോട് ചേർന്നിട്ട് ഈ ആൾക്കാരെ എല്ലാം തടയാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. എന്നാൽ ഇവരെ തടയാന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമൊന്നും ആയിരുന്നില്ല. വേവൂഷാൻ ആണെങ്കിൽ അവൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കുറേ പുതിയ സ്പെല്ലുകളെല്ലാം ഇവർക്കെതിരെയായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങും. പെട്ടെന്ന് തന്നെ ഒരു സൗണ്ട് കേട്ടിട്ട് ഇവരെല്ലാവരും തിരിഞ്ഞു നടക്കും. ഇത് വേറെ ആരുമല്ല ഈ സൗണ്ട് ഉണ്ടാക്കുന്നത് നമ്മുടെ ആ വെൻ ക്ലാനിലെ പെണ്ണില്ലേ, അവള് ദൂരെ നിന്നിട്ട് ഏതോ ഒരു പാട്ട് പാടുമായിരുന്നു. അപ്പൊ ഈ ആൾക്കാരെല്ലാം ആ പാട്ടിന്റെ സ്ഥലത്തോട്ട് നടന്നു പോകാനായിട്ട് തുടങ്ങും. പെട്ടെന്ന് തന്നെ നമ്മുടെ വേവൂഷാനും ലൻഷാനും അതേപോലെ ജിയാങ്ങും നെയ്യും കൂടി ചേർന്നിട്ട് ആ സ്ഥലത്തായിട്ട് വരും. വന്ന് നോക്കുമ്പോൾ നമ്മുടെ ഈ വെൻ ക്ലാനിലെ പെണ്ണ് തന്നെയാണ്. ഇവരെ സഹായിച്ചെങ്കിലും ഇവളുടെ അവസ്ഥ ഇപ്പോൾ ഭയങ്കര ഡേഞ്ചർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ വേവൂഷാൻ അവളുടെ അടുത്ത് ചോദിക്കും, ഇതിനെന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന്. അപ്പൊ അവള് പറയും, ആ വെൻ ക്ലാനിലുള്ള ചെറുക്കന്റെ കയ്യിൽ ഒരു മൂങ്ങയുണ്ട്, അതിനെ കൊന്നു കഴിഞ്ഞാൽ ഈ ആൾക്കാരെ എല്ലാം അവന്റെ കൈപ്പിടിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന്. അങ്ങനെ നമ്മുടെ ലൻഷാനും വേവൂഷാനും ഇവരെ എല്ലാവരും സേഫായിട്ട് ഒരു കൂട പോലത്തെ ഒരു സംഭവത്തിനകത്ത് അടച്ചു വെച്ചിട്ട് രണ്ടുപേരും ആ മൂങ്ങേനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു കാട്ടിലായിട്ട് ചെല്ലും. ഈ മൂങ്ങയാണെങ്കിൽ ഭയങ്കര തന്ത്രശാലിയായിരുന്നു. അത് അവിടെ എല്ലാം ഒരുമാതിരി പുക പോലെ ആക്കി വെക്കും. അതുകൊണ്ട് നമ്മുടെ വേവൂഷാനും ലൻഷാനും പരസ്പരം കാണാൻ കൂടി പറ്റത്തില്ല. ഇവർക്കാണെങ്കിൽ അവരുടെ പവേഴ്സും വലുതായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ നമ്മുടെ വേവൂഷാൻ ഭയങ്കര ബുദ്ധിമാനായതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ ആ മൂങ്ങയുടെ കയ്യിൽ പെടുന്നത് പോലെ അഭിനയിക്കും. അതേപോലെ തന്നെ ബോധം കെട്ടി കിടക്കുകയും ചെയ്യും. ഇത് കാണുന്നതും ആ മൂങ്ങയാണെങ്കിൽ നമ്മുടെ വേവൂഷാനെ അറ്റാക്ക് ചെയ്യാൻ വരും. എന്നാൽ ആ സെക്കൻഡിൽ തന്നെ അവൻ അതിന്റെ കഴുത്തിൽ പിടിച്ചിട്ട് അതിനെ അങ്ങ് കൊന്നുകളയും. ഇവിടെ ലൻഷാനും വേവൂഷാനും എന്ത് പ്ലാൻ ചെയ്താണോ വന്നത് അത് സക്സസ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവരാണെങ്കിൽ ആ നാട്ടുകാരെ എല്ലാം ഈ വെൻ ക്ലാനിലെ ആ തലവനില്ലേ അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്ന നമ്മളുടെ വേവൂഷാനും ലൻഷാനും കൂടെ ഒക്കെ ചേർന്നിട്ട് ഒരു സ്ഥലത്തെത്തുന്നതും അവിടുത്തെ ആൾക്കാർ പറഞ്ഞിട്ട് അറിയുന്നതാ ഇവിടെ ഒരു ഹോണ്ടഡ് ആയിട്ടുള്ളൊരു വീടുണ്ട്. ആ വീട്ടിൽ ഒറ്റ മനുഷ്യരില്ല, എന്നാൽ രാത്രി സമയത്ത് ഭയങ്കര നിലവിളിയൊക്കെ കേൾക്കുമെന്ന്. അങ്ങനെ നമ്മുടെ വേവൂഷാനും ലൻഷാനും കൂടി ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ വീട്ടിലായിട്ട് വരും. ആ വീട് തുറന്നു നോക്കുമ്പോൾ അതിൽ മൊത്തം ബോഡികളെ ഉണ്ടായിരുന്നുള്ളൂ, എല്ലാവരും മരിച്ചു കിടക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മളുടെ വേവൂഷാനും ലൻഷാനും നോക്കുമ്പോൾ അവിടെ കറുത്ത ഡ്രസ്സ് ഇട്ട് ഷൂ എന്ന് പറയുന്ന ഒരുത്തനുണ്ടായിരുന്നു. ഇവനും ആ വെൻ ക്ലാനിന്റെ ആള് തന്നെയാ. ഇവനും ആ കല്ല് തേടിയാണ് നടക്കുന്നത്. എന്നാൽ ഇവൻ പാവപ്പെട്ട ഒരുപാട് ആൾക്കാരെ കൊന്നിട്ടുമുണ്ട്. ഇവരത് ചോദിക്കാൻ വരുന്നതും പെട്ടെന്ന് തന്നെ അവിടെ വേറൊരു കൾട്ടിവേറ്റർ വരും. വെള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. അവന്റെ പേര് ഷൗ എന്നാണ്. ഇവനാണെങ്കിൽ ഈ ഷൂവിന്റെ കൂടെ നല്ലതുപോലെ അടി കൂടാനായിട്ട് തുടങ്ങും. അവർ തമ്മിൽ നല്ല ഫൈറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ നമ്മളുടെ വേവൂഷാനും ലൻഷാനും ഇതിലൊന്നും ഇടപെടത്തില്ല. എന്നാൽ ഒരു പോയിന്റ് എത്തുന്നേ വേവൂഷാൻ അവന്റെ പവർ യൂസ് ചെയ്തിട്ട് ഇവനെ അങ്ങ് കെട്ടി അങ്ങ് വെക്കും. ഇത് കാണുന്നേ ഷൂ ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡ് ആയി പോകും. കാര്യം വേവൂഷാൻ ഇത്രയ്ക്കും പവർഫുൾ ആയിരുന്നോ, അവൻ ഇത്ര ടാലന്റഡ് ആയിരുന്നോ എന്ന് ആലോചിച്ചിട്ട്. ഇവിടെയായിട്ട് നമ്മുടെ ലൻഷാൻ ആണെങ്കിൽ ഈ ഷൂവിനെ ഇങ്ങനെ നല്ലപോലെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് തന്നെ വേവൂഷാൻ ആണെങ്കിൽ ഇവന്റെ ബോഡിയൊക്കെ ചെക്ക് ചെയ്ത് നോക്കും. കാര്യം ആ കല്ലിന്റെ ഇനി അടുത്ത പാർട്ട് എങ്ങാനും ഇവന്റെ കയ്യിലുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. അതേസമയം തന്നെ നമ്മളുടെ വേവൂഷാന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇല്ലേ അവന്റെ ക്ലാനിൽ നിന്ന് കുറച്ച് ആൾക്കാർ വരും. അതിനകത്ത് ഗൗ എന്ന് പറയുന്ന ഒരുത്തനുണ്ട്. ഇവൻ വന്നിട്ട് പറയുന്നത് തന്നെ ആ വെൻ ക്ലാനിലുള്ള ആൾക്കാരാണെങ്കിൽ എല്ലാ ക്ലാനിലെ ആൾക്കാരെ അവരുടെ അടുത്തോട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ട്. ഇപ്പൊ അവരുടെ കയ്യിൽ 2-3 എന്തോ പവർഫുൾ ആയിട്ടുള്ള കല്ല് കിട്ടിയിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ അവർ ഭയങ്കര സൂപ്പർ പവർ ഉള്ള ആൾക്കാരാണെന്നാ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. എല്ലാ ക്ലാനുകാരെയും അങ്ങോട്ടേക്ക് ക്ഷണിച്ചിരിക്കുക എന്നൊക്കെ പറയും. അതേപോലെ തന്നെ ഇപ്പൊ കെട്ടിവെച്ചിരിക്കുന്ന ആ ഷൂ എന്ന് പറഞ്ഞ ചെറുക്കനില്ലേ, അവനെയും കൊണ്ട് അവന് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ നമ്മുടെ വേവൂഷന്റെ ഫ്രണ്ടിന്റെ ക്ലാനില്ലേ അവിടെയായിട്ട് ചെല്ലും. ആ ക്ലാനിലുള്ള തലവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേവൂഷന്റെ ഫ്രണ്ടിന്റെ സ്വന്തം ചേട്ടനാണ്. അവൻ ഭയങ്കര പവർഫുൾ ആയിരുന്നു. എല്ലാവർക്കും അവനെ ഭയങ്കര പേടിയാ. എന്നാ ആ ചേട്ടനാണെങ്കിൽ ആ ഗാവ് എന്ന് പറഞ്ഞ ഒരുത്തനുണ്ടല്ലോ, അവനൊരു നുണക്കുഴിയൊക്കെ ഉണ്ട്. അവനെ ഭയങ്കര കാര്യവാ. അവനെയാണ് എല്ലാ കാര്യങ്ങളും ഭയങ്കര ഉത്തരവാദിത്വത്തോടു കൂടി ഏൽപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ആ ചേട്ടന്റെ ഒരു കസിനാണെങ്കിൽ ഈ നമ്മുടെ ഗൗ എന്ന് പറഞ്ഞവനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. കാര്യം ഇവൻ എല്ലാവരെയും മാനിപ്പുലേറ്റ് ചെയ്ത് അവന്റെ വശത്താക്കി വെച്ചിരിക്കുവാണ് എന്നൊക്കെ വെച്ചിട്ട്. ഈ പറഞ്ഞ ചേട്ടനില്ലേ, അവനെ നമുക്ക് വേണമെങ്കിൽ ബ്ലേഡ് മാസ്റ്റർ എന്ന് വിളിക്കാം. ഇവന്റെ കയ്യിലായിട്ടൊരു ബ്ലേഡ് ഉണ്ട്. അത് ഭയങ്കര സൂപ്പർ പവർ ഉള്ളതാണ്. ആ ബ്ലേഡ് ആണെങ്കിൽ ഈ മാസ്റ്റർ ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ആരെ വേണമെങ്കിലും നിഷ്പ്രയാസം കൊല്ലാൻ സാധിക്കുന്ന അത്ര പവർഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇവിടെയായിട്ട് നമ്മളുടെ ഈ ഷൂ എന്ന് പറയുന്നവനില്ലേ, അവന് പണിഷ്മെന്റ് ആയിട്ട് ഇവനെ ജയിലിൽ അടച്ചു വെക്കും. അതേപോലെ തന്നെ നമ്മുടെ വേവൂഷാനെ ലൻഷാനെയൊക്കെ നല്ലതുപോലെ ട്രീറ്റ് ചെയ്യുന്നത്. ഇവരാണെങ്കിൽ അന്നത്തെ ദിവസം അവിടെ സ്റ്റേ ചെയ്യും. നമ്മുടെ വേവൂഷാനാണെങ്കിൽ എപ്പോഴും അവിടുത്തെ ഓടിന്റെ മണ്ടയിലായിട്ടാ കയറിയിരിക്കുന്നത്. ഇത് കാണുന്നേ നമ്മുടെ ലൻഷാൻ വന്ന് അവരുടെ അടുത്ത് സംസാരിക്കാനൊക്കെ ഒരുങ്ങും. എന്നാൽ ലൻഷാൻ അവിടെ നിന്ന് പോവുമായിരുന്നു. കാര്യം അവന്റെ ഗൂസൂലാണെങ്കിൽ എന്തോ ഒരു എമർജൻസി ഉണ്ട്, അവൻ്റെ അടുത്ത് വേഗം ചെല്ലണോ എന്ന് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൻഷാൻ ആണെങ്കിൽ വേവൂഷാന്റെ അടുത്ത് ഒരു വാക്ക് പോലും പറയാണ്ട അവിടെ നിന്ന് പോകുന്നത്. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസം നമ്മുടെ വെൻ ക്ലാനിലുള്ള കുറേ ആൾക്കാർ നമ്മുടെ ഈ വേവൂഷന്റെ ഫ്രണ്ടിന്റെ ആ ക്ലാനില്ലേ അവിടെയായിട്ട് വരുന്നതാണ്. ഇവരവിടെ വന്നിരിക്കുന്നത് തന്നെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാ. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഷൂ എന്ന് പറയുന്നവനെ റിലീസാക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ഇവിടെയായിട്ട് ഭയങ്കര വലിയ ഫൈറ്റ് തന്നെ നടക്കും. ഇതിന്റെ ഇടയിലായിട്ട് ഈ ബ്ലേഡ് മാസ്റ്റർ കാണും. അതായത് നമ്മുടെ ഈ ഗാവു എന്ന് പറയുന്നവനില്ലേ, അവനാണെങ്കിൽ ആ ബ്ലേഡ് മാസ്റ്ററിന്റെ കസിനെ വാള് വെച്ച് കുത്തുന്നത്. ഇത് കാണുന്നതും ബ്ലേഡ് മാസ്റ്റർ ഭയങ്കരമായിട്ട് തകർന്നു പോകും. കാര്യം എന്താന്ന് വെച്ചാൽ അയാളുടെ ഒരു വിശ്വസ്തനായിരുന്നില്ലേ ഈ ഗാവ് എന്ന് പറയുന്നവൻ, അതായത് ഈ നുണക്കുഴിയുള്ളവൻ. ഇവൻ അവിടെ നല്ലവൻ ചമയും. ഇവൻ പറയും ഞാൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ല എന്ന്. പെട്ടെന്ന് തന്നെ ഈ ബ്ലേഡ് മാസ്റ്ററിനെ വേറൊരാൾ കുത്താൻ വരുന്നതും ഈ നുണക്കുഴിയുള്ളവനാണെങ്കിൽ ഇയാളുടെ മുമ്പിലായിട്ട് കയറിയങ്ങ് നിൽക്കും. അങ്ങനെ അവൻ ആ കുത്തങ്ങ് ഏറ്റു വാങ്ങിക്കും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലേഡ് മാസ്റ്ററിന്റെ വിശ്വാസം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടാ. എന്നാൽ ബ്ലേഡ് മാസ്റ്റർ അതിലൊന്നും വീഴുന്ന ടൈപ്പേ ആയിരുന്നില്ല. ഇയാളാണെങ്കിൽ ഈ നുണക്കുഴിയുള്ളവനെ പിടിച്ചിരുത്തിയിട്ട് ചോദിക്കും, സത്യം പറ, നീ എന്തിനാ എൻ്റെ കസിനെ കൊന്നു കളഞ്ഞത്? എന്നാൽ ഇവിടെയായിട്ട് ഈ നുണക്കുഴിയുള്ളവൻ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് ആദ്യം പറയുന്നത്. എന്നാൽ നമ്മുടെ ബ്ലേഡ് മാസ്റ്റർ അവനെ കൊല്ലാൻ വേണ്ടിയിട്ട് വാളെടുത്ത് നീട്ടും. അപ്പം ഇവിടെയാണെങ്കിൽ ആ നുണക്കുഴിയുള്ളവൻ പറയാൻ തുടങ്ങും, അതായത് എന്നെ അവൻ എപ്പോഴും ഇൻസൾട്ട് ചെയ്യുമായിരുന്നു, ഞാനാണെങ്കിൽ ഈ പദവിക്ക് യോഗ്യനല്ല എന്നാ പറയുന്നത്, അതിൻ്റെ പേരിലാണ് ഞാൻ അങ്ങനെ ചെയ്തത്, എനിക്കൊരബദ്ധം പറ്റിപ്പോയതാ എന്ന്. എന്നാൽ ബ്ലേഡ് മാസ്റ്റർ അവിടെ പറയും, ഇനി മേലെ നീ എൻ്റെ കൺമുന്നിൽ കണ്ടുപോകരുത്, മര്യാദയ്ക്ക് ഇവിടുന്ന് ഇറങ്ങിക്കോണം, ഈ പരിസരത്ത് പോലും കണ്ടുപോകരുത് എന്ന്. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാം. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.